പെരുമ്പിലാവ് അൻസാർ സ്കൂളിനെ ടാലന്റ് വേൾഡ് റെക്കോർഡ്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് രാഷ്ട്രത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി 5112 പേർ ചേർന്ന് നിർമ്മിച്ച മനുഷ്യഭൂപടം ലാർജസ്റ്റ് ഹ്യൂമൻ ഇമേജ് ഓഫ് ഇന്ത്യസ് മാപ്പ് കാറ്റഗറിയിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. നിലവിൽ 2018 റുമാനിയയിലെ 4807 പേർ നിർമ്മിച്ച റുമാനിയയുടെ ഭൂപടമായിരുന്നു ലോക റെക്കോർഡ്. അതാണ് അൻസാർ സ്കൂളിന്റെ ഈ ഉദ്യമത്തിലൂടെ പഴങ്കഥയായത്. ടാലന്റ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂർ സ്കൂളിന് സമ്മാനിച്ചു. ലാർജസ്റ്റ് ഹ്യൂമൻ ഇമേജ് ഓഫ് എ കൺട്രി എന്നുള്ള കാറ്റഗറിയിൽ നിലവിൽ വേൾഡ് റെക്കോർഡ് ഉണ്ടായിരുന്നത് 2018 സെപ്റ്റംബർ മാസത്തിൽ റുമേനിയക്കാർ സ്ഥാപിച്ച 4807 പേരുടെ റുമേനിയയുടെ ഭൂപടമായിരുന്നു. ആ ഒരു റെക്കോർഡാണ് മനുഷ്യഭൂപടം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണത്. ആ റെക്കോർഡാണ് ഇന്നിവിടെ പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ 5112 വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഉൾപ്പെടെയുള്ള 5112 പേര് ചേർന്നുകൊണ്ട് തകർത്തിരിക്കുന്നത്. ഇത് ഒരു യൂണിറ്റിയാണ്. ഒപ്പം തന്നെ ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളുടെ ഭൂപടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമാണ്. ആ ഒരു കുട്ടികളെല്ലാവരും കൂടി ഇന്ത്യയായി മാറുന്ന ഒരു സന്ദേശം, പ്രത്യേകിച്ച് ഇന്ത്യ നാളെ അതിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ തീർത്തും നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഈ ടാലന്റ് റെക്കോർഡ് ബുക്കിൻ്റെ മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിൻ്റെ വേൾഡ് റെക്കോർഡിലാണ് ഈ ലാർജസ്റ്റ് ഹ്യൂമൻ ഇമേജ് ഓഫ് ഇന്ത്യാസ് മാപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ ഇവന്റ് റെക്കോർഡായി മാറിയിരിക്കുന്നത്. ടാലന്റ് ഒഫീഷ്യലുകളായ രക്ഷിത ജെയിൻ രാജസ്ഥാൻ, ഡോക്ടർ വിന്നർ ഷെരീഫ് എന്നിവർ നിരീക്ഷകരായിരുന്നു. നമസ്കാരം, ഞാൻ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ പ്രിൻസിപ്പൽ ഷൈനി ഹംസ. നമ്മളൊരു ചരിത്ര നിമിഷത്തിലാണ് ഇന്ന് ഇവിടെ ഒരു വേദിയായിട്ടുള്ളത്. നമ്മുടെ 5000-ൽ അധികം വരുന്ന കുട്ടികൾ ഇന്ത്യയുടെ ഒരു ഭൂപടം, ഒരു മനുഷ്യരുടെ ഹ്യൂമൻ ഇമേജ് നമ്മൾ സൃഷ്ടിച്ചു. നമ്മുടെ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും അതുപോലെ മറ്റുള്ളവരെല്ലാം നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും അതിൽ പങ്കാളിയായി. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ യൂണിറ്റിക്കും വേണ്ടി രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നമ്മളും പങ്കാളികളാകുമെന്ന് ഓരോ കുട്ടിയും പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അവരുടെ രാജ്യസ്നേഹവും അതോടൊപ്പം ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവും, അതാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. എന്തായാലും ഞങ്ങൾ വേൾഡ് റെക്കോർഡാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒഫീഷ്യൽസ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം ഓരോ സ്റ്റേജിലും നമ്മളോടൊപ്പം അവരുണ്ടായിരുന്നു. കുട്ടികളുടെ എണ്ണം എടുത്താൽ ചേരുന്ന ആളുകളുടെ എണ്ണം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു യത്നത്തിലേക്ക് പോയത്. ഒരു വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ച് അതുപോലെ ഒരു അൻസാറിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാവാൻ കഴിഞ്ഞത് ഞങ്ങൾ അഭിമാനിക്കുന്നു. സ്കൂളിലെ 5000-ലധികം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മറ്റു ജീവനക്കാരും ഈ ഒരു അതുല്യ നേട്ടത്തിൽ പങ്കാളികളായി. സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ നൌഫാന്റെ നേതൃത്വത്തിൽ ചിത്രകലാ അധ്യാപകരാണ് 20,500 സ്ക്വയർ ഫീറ്റിലുള്ള ഇന്ത്യയുടെ മാപ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയത്. നാടിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്ത് സ്കൂൾ ചരിത്രത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ശ്രദ്ധേയമായ സംഭാവനയാണ്. സ്കൂൾ ഡയറക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ ഷൈനി ഹംസ, വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ്, കായിക വിഭാഗം മേധാവി അബൂബക്കർ, സാമൂഹ്യശാസ്ത്ര മേധാവി ജോഫി പീറ്റർ, അസീസ് TP തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ ഗ്രൗണ്ടിൽ റെക്കോർഡ് അറ്റംപ്റ്റ് നടന്നത്. സ്കൂൾ PTC പ്രതിനിധികളും സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കാനും സ്കൂളിനെ ആശംസ അറിയിക്കാനും എത്തിച്ചേർന്നു. You are watching V24 Media, നാടിന്റെ നേർക്കാഴ്ച.